ഒന്ന് റിവേഴ്സ് എടുത്ത് നേരെ പുറകിലേക്ക് റിവേഴ്സ് നേരെ പുറകിലേക്ക് വന്ന് പോയിക്കുക. നേരെ പുറകിലേക്ക് പോട്ടെ 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 പോട്ടെ. നമുക്കിത് ഇവിടെയാണ് ആ സ്ഥലം ഉള്ളത്. ഓക്കെ, ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കാറിനോട് ഒരുപാട് ചേർക്കാതെ മിനിമം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് മുന്നിലേക്ക് അല്ലേ ഡ്രൈവ് ഇട്ടിട്ട് ഡ്രൈവ് ഇപ്പൊ ഒരുപാട് ചേർത്ത് വെച്ചിരിക്കുക. ഒരിത്തിരി ഗ്യാപ്പ് എടുക്കും അതുമായിട്ട്. നമുക്കൊന്ന് ജസ്റ്റ് തിരിഞ്ഞ് കയറി പോകാനുള്ള ഒരു വിടവ് വേണമല്ലോ. കേട്ടിട്ടില്ലേ? ഇത്തിരി കയറി നിൽക്കും നേരെ തന്നെ നേരെ. ഇപ്പൊ ഇങ്ങോട്ട് അടുപ്പിക്കുന്നു. നേരെ കടന്നു നിൽക്കും. ആ വണ്ടിയുടെ ബാക്ക് കാണാവോ മിററില്? കാണാമല്ലോ, ഉറപ്പല്ല. റിവേഴ്സ് ഗിയർ. ആ വണ്ടിയുടെ ഗ്യാപ്പ് എവിടെ മറയുന്നോ, അതായത് ബാക്ക് ഉണ്ടല്ലോ, അവരുടെ ബാക്ക് കാണാമല്ലോ, അത് എവിടെ മറയുന്നോ അപ്പൊ ഫുൾ ഇങ്ങോട്ട് തിരിച്ചോണം. പറഞ്ഞാ? ഇപ്പൊ പറഞ്ഞില്ലേ? നിർത്ത്. ഉറപ്പാണോ? വേണ്ട, പറഞ്ഞാ? എവിടെയാ നോക്കുന്നത്? ഈ വണ്ടിയുടെ ബാക്ക് മാഡത്തിന് കാണാവോ? ഇപ്പൊ മറിഞ്ഞാ? ഒന്നുകൂടി ഡ്രൈവ് ഇട്ടെ. ഫ്രണ്ടോട്ട് കയറ്റി വെച്ചേ. നേരെ മുന്നോട്ട് കയറ്റി. മേഡത്തിന് ഞാൻ എന്തിനാ കാണാപ്പാടം പഠിപ്പിക്കുന്നത്? നിർത്തോടെ. മേഡം ഗേറ്റിൽ നിന്ന് പുറത്തിറക്കുന്ന ആളല്ലേ. റിവേഴ്സ് ഇട്ടെ. ഗേറ്റിൽ നിന്ന് പുറത്തിറക്കാൻ അറിയാമെങ്കിൽ മേഡം ഇതും ചെയ്യണം. ഇന്ന് ഇത് കേട്ടോ, മേഡം ഗേറ്റിൽ നിന്ന് പുറത്തിറക്കുന്ന മതിലെ തട്ടാതെ കറക്റ്റ് ചെയ്താ ബാക്കിനെ കൊണ്ടുവരുന്നത്. ശരിയല്ലേ? ഈ വണ്ടിയുടെ ബാക്കിനിട്ട് തട്ടാതെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ആ സ്ഥലത്തേക്ക് ബെൻഡ് ചെയ്ത് കൊടുത്തേ, ആ ഏരിയയിലേക്ക്. ആ ഏരിയ കയറണം. അപ്പൊ ഇവിടുന്ന് ചരിച്ച് അതെ, തട്ടുന്ന പരുവത്തിന് ചെല്ലരുത്. ഒരു മിനിമം ഗ്യാപ്പ് ഇട്ട് അകത്തോട്ട് കയറണം. ഇനി തട്ടില്ലെന്ന് ഉറപ്പാണെങ്കിൽ തിരിച്ച് അകത്തോട്ട് കയറിക്കും. തട്ടുവാ? ഇല്ല, തിരിച്ച് തീർത്തോ. മുഴുവൻ തിരിച്ചോ. സ്പീഡിൽ പോകരുതേ, മുഴുവൻ തിരിക്ക്. തീർന്നാ? ഓക്കെ ആണോ? ഇനി ഇതിനില്ല, പോവല്ലേ, നേരെ ആക്കല്ലേ, ഇങ്ങനെ തന്നെ പിടിച്ചോ. നമ്മൾ ഇങ്ങോട്ട് കേറാൻ പോകും. ആറ് വരുന്നുണ്ട്. പോവാ. ഇത്തിരി കൂടെ പുറകോട്ട് വരുന്ന വേണം. അപ്പൊ ഈ ഇങ്ങനെ പുറകോട്ട് വരട്ടെ. ഈ വണ്ടിയുടെ ബാക്ക് നേരെ അങ്ങോട്ടേക്ക് കിട്ടും. കിട്ടിയാ? നേരെ ആ വഴിക്ക് കിട്ടിയില്ലേ? നേരെ മതിലിന് നേർക്കല്ലേ? ഇനി വീൽ നേരെ ആയിരിക്കും. മതി. ഒന്ന് പുറകോട്ട് ചെല്ലും തോറും ഈ ഫ്രണ്ടിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തേ മേഡം. കുറേശ്ശെ. ഈ ഫ്രണ്ട് തട്ടാത്ത രീതിയിലൊന്ന് അങ്ങോട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. അകത്തേക്ക് ലെവൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ. ഇപ്പൊ തിരിച്ചാ തട്ട് കിട്ടും. ഇത്തിരി പുറകോട്ട് ഇറങ്ങി ചെന്നിട്ടേ തിരിക്കാവുള്ളൂ. ഈ മിറർ അതിനെ കടന്നു കഴിഞ്ഞാൽ ഇനി പയ്യെ ബെൻഡ് ചെയ്ത് കൊടുക്കും ഈ സ്ഥലത്തേക്ക്. അങ്ങനെ. ആയോ? ഇനി ഫുള്ള് തിരിക്കണം. ഇനി പോരുത്. ഇനി ഫുള്ള് തിരിച്ചില്ലെങ്കിൽ വണ്ടി പുറകിട്ടിരിക്കും. ഫുള്ള് തിരിക്കും. തിരിച്ചാ? വാ. നിർത്തി വരണേ. എടുത്തോണ്ട് ഓടല്ലേ. വണ്ടി എപ്പ അവിടെ ലെവലാവുന്ന അവിടെ നിർത്തിയേര്. ആയാ? ഇപ്പം നിർത്ത്. നേരെ ആക്കി വീട്. വേണ്ട, ഒരുപാട് സ്ഥലം നമ്മൾ എടുത്തിട്ടില്ല. പുറകിലേക്ക് ഒരുപാട് പോയിട്ടില്ല. കറക്റ്റ് അല്ലേ? ജസ്റ്റ് കാറ് കയറുന്ന ഒരു ഗ്യാപ്പിനകത്ത് നമ്മൾ കയറി വന്ന. എടുക്കല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ. നിയർ ബൈ ആയിട്ടാ വണ്ടി കൊണ്ടു നിർത്തിയേക്കുന്ന ഈ സൈഡില്. ശരിയല്ല? മാക്സിമം ചേർത്ത് തന്നെ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റില്ലേ? നോട്ടിൽ തിരിച്ചാ. എന്നിട്ട് ഇറങ്ങിപ്പോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഈ കോർണറിട്ടേ ഇടിക്കുള്ളൂ. അത് ഇപ്പുറത്ത് വന്നാൽ ഇനി ഇടിക്കില്ല വണ്ടി. ഓക്കെ അല്ലേ? നേരെ ആക്കി മതി. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ നേരെ ആക്കിയാൽ മതി. ഇങ്ങോട്ട് നേരെ ആക്കി. ഇനി വീല് നേരെ ആക്കി വയ്ക്കും. ഇത്തിരിയുടെ മുന്നോട്ട് കയറിക്കോ. ഞാൻ പുറത്തിറങ്ങിക്കോട്ടെ. ക്ലാസ് ഞാൻ താത്തിയാണ്. എടുക്കല്ലേ?
അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇത്ര അകലം എടുത്തോണ്ടാ വന്നത്. ഇവിടെ അകലം എടുത്തോണ്ട് പോവാ. ഈ ഒരു അകലത്തിൽ കൊണ്ടുപോവാ ഫ്രണ്ടിന്. ആ നേരെ ആക്കി വാ, നേരെ വാ. അവിടെ കാണാവാ വണ്ടി. ഇനി ചെയ്ത് നോക്കിക്കോ. ഒരു തള്ളി കൊണ്ടുപോയി. അടുത്തേ വണ്ടി കയറ്റിയിടാൻ പറ്റുള്ളൂ. അത് നമുക്ക് അറിയണമെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തി നോക്കണം. ഇതിനകത്ത് കയറാനല്ല. അപ്പൊ പുറകിൽ ഒരു വണ്ടി കിടപ്പുണ്ട്. നമുക്കറിയില്ല നമ്മുടെ വണ്ടിയുടെ അളവ് എന്താണ്. അത് അറിഞ്ഞാലേ കയറ്റിയിടാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലായിടത്തും ഒരാൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടൊന്നും പോകുന്നൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കയറണമെന്ന് അറിയണമെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ആദ്യമേ പുറത്ത് കൊണ്ടുവന്ന് നിർത്തി നോക്കണം. ഇത്ര സ്ഥലം ഉണ്ടോ, ഇതിനകത്ത് നിൽക്കുന്ന സ്ഥലം ഉണ്ടോ, എങ്കിലും ഈ പരിപാടി ചെയ്യാൻ നോക്കാവുള്ളൂ. അങ്ങനെ ഉണ്ടെടുത്തേ നമ്മുടെ കാറിന്റെ ബാക്ക് ആ വഴിയിലേക്ക് കിട്ടും. മുന്നിലേക്ക് കയറി കയറുന്നില്ല. ആ കാറുമായിട്ട് ബാക്ക് പാരലാവുന്നവരെ മുന്നിൽ ചെല്ലും. കണ്ട, അതിന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് കയറും. നിറയെ നോക്കും മേഡം. എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? കണ്ടാ, ഇതിലൂടെ പോലെ 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 ഒരു ഇഞ്ചൂടെ കയറ്റി വയ്ക്കും. കിട്ടിയാ? ഇനി അവിടെ നിൽക്കട്ടെ. ഇന്ന് റിവേഴ്സിൽ ഇപ്പുറത്ത് കിടക്കുന്ന കാർ എനിക്ക് ഇതിൽ കാണാൻ പറ്റുന്ന. അതെ, ആ കാറ് നമ്മുടെ ബാക്കുമായിട്ട് ഇങ്ങനെ ആയിരിക്കണം നിൽക്കേണ്ടത്. ഇപ്പൊ നല്ല ഗ്യാപ്പ്, ഒരുപാട് ഗ്യാപ്പ് ഉണ്ടല്ലോ ഇപ്പൊ. ഉണ്ട്. ഇനി തിരിച്ചു ചെല്ലുമ്പോ അത് എടുത്തു വേണം. റിവേഴ്സ് എടുക്കും. ഇനി പിന്നിലേക്ക് ചെല്ലുമ്പോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്ക്. ആ തിരിച്ച് തിരിച്ച് അടുപ്പിച്ചോണ്ടിരിക്കുക കാറിന്റെ അടുത്തേക്ക്. തിരിക്ക്, കാറിന്റെ അടുത്തേക്ക് അടുപ്പിക്ക്. തട്ടുവാ, ഇതിലൂടെ കയറ്റി പോയി ഒരു ഇഞ്ചൂടെ. ആ നിക്കട്ടെ, അവരാ ഡോറ് തുറന്ന് ഇറങ്ങി പോട്ടെ. ഇനി ആ കാറുമായിട്ടാ വണ്ടിയെ പാരലൽ ചെയ്യേണ്ടത്. ഓക്കെയാണ്. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഇപ്പുറത്ത് കിടക്കുന്ന കാറിന്റെ ബാക്ക് ആ വഴിയിൽ പാരലാകുന്നതിന് തൊട്ട് മുമ്പ് നേരെയാക്കാൻ നോക്കി. നിങ്ങൾ നേരെ ആക്കരുതേ. കാരണം എന്താ അറിയാ, ആ കാറ് കിടക്കുന്നതും നമ്മുടെ വണ്ടി കിടക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാ. നോക്കിക്കേ, കണ്ടു മിററിൽ കൂടെ നോക്കിയാ. ആ കാർ ഇങ്ങനെ കിടക്കുന്നത്, നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ പുറകോട്ട് ചെല്ലുമ്പോ ഇങ്ങോട്ടാക്കി കൊടുക്കണം. അവ പുറകോട്ട് വെക്കോളൂ. ഈ വണ്ടിയായിട്ട് നേരെ ആക്കണം. ഇപ്പൊ ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അതിങ്ങനെ നേരെ വരും. നേരെയായ ഇങ്ങനെ നോക്കിയാ മതി. നേരെയായ അപ്പൊ ഇത് നേരെ. ഇനി പുറകോട്ട് കയറുന്നു. മുന്നിലെത്തി. ഇനിയെ തിരിച്ചു തുടങ്ങാവുള്ളൂ. ഇപ്പൊ മേഡത്തിന് ഇങ്ങോട്ട് പോകാൻ സ്ഥലം ഇല്ലെന്ന് വിചാരിച്ചു. ഇവിടെ ഈ വാളാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് മാറ്റാൻ പറ്റില്ല വണ്ടി. എനിക്ക് വലത്തോട്ട് തന്നെ പോകണമെന്ന് വിചാരിച്ചു. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. മിറർ പുറത്തിറങ്ങുന്നവരെ വണ്ടി തിരിക്കരുത്. മിറർ പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് 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 തിരിച്ചു. എന്നിട്ട് ആ വണ്ടിയുടെ മുൻഭാഗം മേഡത്തിന്റെ പുറകിലെത്തുമ്പോഴേ തിരിച്ച് തീർക്കാവുള്ളൂ ഈ വണ്ടി. കുറച്ച് കുറച്ച് അങ്ങോട്ട് തിരിച്ചു. ഓക്കെ, ഇപ്പം വണ്ടിയുടെ മുൻഭാഗം മേഡത്തിന്റെ ബാക്കിലായി. ശരിയല്ല? ഇനി ധൈര്യമായിട്ട് തിരിച്ചോ. വണ്ടിക്ക് ഇടിക്കില്ല. നോക്കിക്കോ, വേണം മിററിൽ കൂടെ മുട്ടുവാ. ഫുള്ള് വേണം തിരിച്ചു. മുട്ടുവാ. ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. ചെറിയ സ്ഥലത്ത്, ഇടുങ്ങിയ സ്ഥലത്താണെങ്കിൽ മിറർ ഈ ഗ്ലാസ് ആ ഒബ്ജക്റ്റിന് വെളിയിൽ പോകണം ആദ്യം. എങ്കിലേ ടേൺ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. തിരിച്ചു പോയോ?
ഇവിടെ പാർക്ക് ചെയ്യുന്ന നോക്ക്. ഈ തൂണിന്റെ അടുക്കൊന്ന് പാർക്ക് ചെയ്യുന്ന നോക്കാം. അപ്പൊ ഈ സൈഡിൽ കൂടെ നേരെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യും. മതി അല്ലേ? ചെറിയ വണ്ടിയായ അതെ, കേറി കയറ്റിയിട് ഇപ്പൊ അത്രയും കൂടെ ഇതിലൂടെ. ഇവിടെ കണ്ട അപ്പള. ഇനി ആ വഴി അങ്ങോട്ടാ പോണേന്ന് നോക്ക്. അങ്ങോട്ട് വണ്ടി ബെൻഡ് ചെയ്ത് കൊടുക്കണം വണ്ടിയെ. വട്ടം കറക്കി തീർക്കരുതേ. എത്തുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരിക്കും. ഫുള്ള് തിരിക്കും, പിന്നെ വച്ചോണ്ടിരിക്കരുത്. തിരിഞ്ഞു ഇപ്പളാ തിരിഞ്ഞത്. ഇനി ആ ബോഡി കറങ്ങി അങ്ങോട്ട് വരണം. അതിന് മുന്നേ അവിടെ ഒരു തട്ട് കിട്ടുമെന്ന് നോക്ക്. ഇവിടെ ഒന്നും ഇല്ലെന്ന് മേഡത്തിന് അറിയാം ഇപ്പൊ. ഓക്കെ, അങ്ങനെ കേറി കേറി വരട്ടെ. ഓക്കെ, എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡ് പാരലൽ ആകുന്നിടത്ത് അവിടെ വെച്ച് വണ്ടി. അത് പൈപ്പ് കുഴിയാണോ മേഡം? അല്ല, ഇതല്ലേ ചെറിയ കുഴിയല്ലേ? അല്ല, വെള്ളം ഇങ്ങനെ തിളക്കി ഇതാണ്. ഇറക്കല്ലേ, ഞാൻ നോക്കട്ടെ. പിന്നെ കുഴിക്കകത്ത് വീണിട്ട് അത് പൊക്കാൻ നടക്കണം. ചെറിയ കുഴിയല്ലേ? ഇല്ല, മറ്റേ സൈലൻസറിൽ നിന്ന് ആവി വരുമ്പോ അടിക്കുന്നത് അത്. എവിടെ സ്ട്രൈറ്റ് ആയി? ഈ മിററിൽ കൂടെ നോക്ക്. ആ മിററിൽ കൂടെ നോക്കിക്കേ. മതിലിന് നേർക്കാണോ വണ്ടി നിക്കുന്നതെന്ന് നോക്കിക്കേ. ആ മിററിൽ കൂടെ നോക്കിക്കേ. വണ്ടി മതിലിന് നേർക്കാണോ നിക്കുന്നത്? അപ്പൊ സ്ട്രൈറ്റ് ആണോ വണ്ടി? അപ്പൊ നില്ല എനക്കരുത്. എന്ത് ചെയ്യണം? അപ്പൊ ഈ വശം അപ്പൊ അതിനെന്ത് ചെയ്യണം? അപ്പൊ തിരിക്കും, നിർത്തി തിരിക്കും, ഫുള്ള് തിരിക്കും. അപ്പോഴേ എളുപ്പം മാറത്തുള്ളൂ. കണ്ടാ, ഒഴിഞ്ഞു മാറിയണ്ട. ഇനി നേരെ അങ്ങനെ വേണം വണ്ടിയെ പാരലാക്കാൻ. രണ്ട് മിറർ നോക്കണം. അതിന്റെ സ്ട്രൈറ്റ് വഴിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. നോക്ക്, കാണിക്കകത്ത് പോരുത്. എങ്ങോട്ടാ പോണേ നോക്ക് വണ്ടി. ഈ റോഡിൽ സ്ട്രൈറ്റ് ബാക്ക് പോവാനാ എനിക്ക്. വട്ടം കറക്കരുത് ഇനി വണ്ടിയെ. ഇനി ഇങ്ങനെ തന്നെ ബാക്ക് പോവാനാ എനിക്ക്. അല്ല, അത് ആദ്യം സ്ട്രൈറ്റ് ആക്കണ്ടേ? എന്നിട്ട് പിന്നെ നോക്കിക്കൊണ്ടിരുന്നോണം. ഏതെങ്കിലും സൈഡിലേക്ക് എഡ്ജ് കയറി പോണുണ്ടോ നോക്ക്. ഏതെങ്കിലും സൈഡിലേക്ക് പോണുണ്ടോ? മതില് പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നോക്ക്, ഒന്നുകൂടെ നോക്ക്. ഈ സൈഡ് പിന്നെ ഇല്ലെന്ന് പറഞ്ഞതാ. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞ, രണ്ട് സൈഡും നോക്കണോന്ന്. ഈ സൈഡിൽ നിന്ന് ഇത്തിരി മാറ്റി വണ്ടിയെ. അതെന്താന്ന് വെച്ചാൽ അത്ര പറ്റ വന്നിട്ട് ടയർ തിരിച്ചോണ്ടാ. എന്നിട്ട് നേരെയാക്ക് ടയർ. പിന്നെയും കുറച്ച് പുറകോട്ട് ഇറങ്ങണം. ഇങ്ങോട്ട് പിന്നെ തിരിക്കരുത്. പിന്നെയും മേഡം വലത്തോട്ട് തിരിച്ചാ വണ്ടി വീണ്ടും മതിലേലാ പോണത്. ഇതാ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ബെൻഡ് ചെയ്ത് കൊടുത്തേ. ഇത്ര നിയർ വന്നതല്ലേ, കുറച്ച് ബെൻഡ് ചെയ്തേ. പോവല്ലേ, ഒന്ന് ഫ്രണ്ട് എടുത്തേ മേഡം. നേരെയാക്ക്. അവിടെ നിൽക്കട്ടെ. ഇനി റിവേഴ്സ് ഇട്ടേ. ഇവിടുന്ന് പോകുമ്പോഴേ നോക്കിപ്പോ എവിടെയാ സ്ഥലം കൂടുതലുള്ളത്? ഇടതുവശത്ത്. അപ്പൊ ഈ വണ്ടി ഇത്തിരി ഇടത്തേക്ക് വിട്ടുകൊടുക്കും. അനങ്ങുമ്പോ ഇടത്തേക്ക് കുറച്ച് വിട്ടുകൊടുക്കും വണ്ടിയെ. തിരിച്ചുകൊണ്ടിരിക്കരുത്. വണ്ടി ഇടത്തോട്ട് വരാൻ തുടങ്ങി. കണ്ട, ഇനി നേരെയാക്ക്. ഓക്കെ, ഇനി പയ്യെ നീങ്ങട്ടെ. ഇനി വലതുവശവും കൂടെ ഒന്ന് ചെക്ക് ചെയ്യ്. ഒന്ന് നിർത്തി കൊടു. പോവാ ടൂ വീലർ. പോവാ തോന്നുന്നു. ഒന്ന് ഡ്രൈവ് ഇട്ട് വേണം. അല്ലാതെ പോവല്ലേ, പുറകോട്ട് എടുക്കല്ലേ. ഏത് സൈഡിലേക്ക് ഇത് പോവാൻ ചാൻസ് ഉള്ളതെന്ന് നോക്ക്.
ഏത് സൈഡിലാ സ്പേസ് കുറവുള്ള നോക്ക്. എന്നിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തേ കൊടുക്കാവുള്ളൂ. രണ്ട് മിററും കൂടെ നോക്ക്. ഏതെങ്കിലും ഒരു സൈഡ് കൂടുതലാ കുറവുണ്ടോ? കൂടുതൽ സ്ഥലം എവിടെയാ ഉള്ളേ? രണ്ട് സ്ഥലം ഈക്വൽ ആണ്. എന്നാ പോട്ടെ. പുറകോട്ട് ചെല്ലും തോറും അതിൽ വ്യത്യാസം വരും. ആ, രണ്ട് സൈഡും നോക്കി നോക്കി ചെല്ലും. കുറഞ്ഞു. അവിടെ കൂടുതൽ സ്ഥലം വന്നില്ലേ? അപ്പൊ ഇത്തിരി അങ്ങോട്ട് തിരിക്കും വണ്ടിയെ. അങ്ങോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്ക്. ഇത്തിരി പുറകോട്ട് നീങ്ങട്ടെ. അപ്പൊ ഇവിടെ സ്ഥലം തെളിഞ്ഞു വരും. ഇത് അവിടെ കുറയും. കണ്ടാ? അവിടെ കുറയുമ്പോ വീണ്ടും വണ്ടിയെ നേരെയാക്ക്. കണ്ടാ? പിന്നെ നോക്കിക്കോ. പിന്നെ പുറകോട്ട് ചെല്ലുമ്പോ എവിടെയെങ്കിലും ഒരിടത്ത് കുറയും. രണ്ട് മിററും കൂടെ നോക്ക്, എവിടെയെങ്കിലും കുറയുന്നുണ്ടോന്ന്. ഈ സ്ഥലമേ കുറയുന്നത്. കണ്ടാ? അപ്പൊ വീണ്ടും വണ്ടിക്ക് അങ്ങോട്ടൊരു ബെൻഡ് കൊടുക്ക്. എന്നിട്ട് ഇവിടെ സ്ഥലം തെളിഞ്ഞു വരും വീണ്ടും. ഇവിടെ വീണ്ടും വഴി വരുന്നുണ്ടോ നോക്ക്. ഇവിടെ നോക്ക്. സ്ട്രെയിറ്റ് ഒരു വഴി തെളിഞ്ഞു വരുന്നത് വരെ പറ്റി ബെൻഡ് ആകട്ടെ. ആയാ? അപ്പൊ വീണ്ടും നേരെയാക്ക്. എന്നിട്ട് പിന്നെയും പോട്ടെ. അല്ലാതെ വട്ടം കറക്കരുത്. വേണ്ട. ഇനി ഇതേ പുറകിലേക്ക് ചെല്ലുമ്പോ വീണ്ടും കുറയും. നോക്കിയോ, അതേ വീണ്ടും ഇവിടെ കുറയും. കാരണം നമ്മൾ ഇവിടുന്ന് അകത്തിയിട്ട് വീണ്ടും നേരെയാക്കി വണ്ടിയെ. കണ്ട? കുറഞ്ഞല്ലേ വരുന്നത് അല്ലേ? വീണ്ടും ബെൻഡി. നമുക്ക് ഈ സൈഡ് പിടിച്ചാ കൊണ്ടുപോകേണ്ട വണ്ടിയെ. കാരണം അത് ആ സൈഡല്ല നമുക്ക് പോകേണ്ടത്. ഇവിടെ വീണ്ടും ഒരു അകലം കിട്ടും. കിട്ടിയാ? വീല് നേരെയാക്ക്. പിന്നെയും പുറകോട്ട് ചെല്ലട്ടെ. കാരണം നമ്മുടെ സൈഡ് ഇതല്ലേ. ഇവിടെ കൂടുതലുണ്ടെങ്കിൽ വീണ്ടും വണ്ടി ഇങ്ങോട്ട് വിട്ടു കൊടുത്തേക്കണം. ഇപ്പൊ ഇനി റോഡ് വളയുന്നതുകൊണ്ട് ഇനി കുറയാൻ പോണത് അവിടെയാ. കാരണം ഇവിടെ കൂടുതൽ സ്ഥലം വന്നു. ശരിയല്ലേ? അപ്പൊ ഇനി ഇങ്ങോട്ട് ബെൻഡി. എന്നിട്ട് ഇവിടെ നോക്ക്. ഇവിടെ നിന്ന് അകലട്ടെ. അവിടെ നോക്ക്. അവിടെ തട്ടാതെ അകലുന്നുണ്ടോന്ന് നോക്ക്. കിട്ടിയാ? വീണ്ടും നേരെയാക്ക്. ഡ്രൈവ് ഇടും മേഡം. വണ്ടി മാറ്റി കൊടുക്കണം. മുന്നോട്ട് പോട്ടെ. പതിയെ നേരെയാക്കണം. പതിയെ പോയാ മതി. ഒരു ധൃതിയില്ല. പോട്ടെ. എത്ര മുന്നോട്ട് പോട്ടെ. ഒതുങ്ങണ്ട. മുന്നോട്ട് പോയാ മതി. പോട്ടെ. ലെഫ്റ്റ് തിരി. വേണ്ട, റൈറ്റ് തിരി. എന്തിനാന്നറിയാം? വേണ്ട, ഇവിടെ കാണാതെ പഠിച്ചോളെ. ഇനി ആ വഴിക്ക് പോവാം നമുക്ക്. ആ വഴിക്ക് പോവല്ലേ? വട്ടം കറക്കണ്ട. എനിക്ക് ആ സൈഡിൽ ചെന്നാ മതി. തിരിഞ്ഞു പോയോ? അതായിട്ട് തട്ടാതെ ഒന്ന് നേരെയാക്കി നിർത്തിയാ മതി. വണ്ടി നേരെയാക്കി വെച്ചു. ആ വഴിയിലോട്ട് കയറണമെങ്കിൽ വണ്ടി മുന്നോട്ട്. അതെ. ഞാൻ കഴിഞ്ഞു. വീണ്ടും അടുത്ത വഴി നോക്കിക്കോളാം. റോഡ് അപ്പൊ നിവർത്തല്ല. ഈ വണ്ടി എങ്ങോട്ടാ പോണേ നോക്ക്. റോഡ് എവിടെയാന്ന് നോക്ക്. കുറച്ചുകൂടി ഞാൻ വലത്തോട്ടാക്കണം. വലത്തോട്ടാ? ഇടത്ത്. ഇതല്ലേ ഇടത്ത്? കണ്ട? എന്നെ കഴിഞ്ഞ് വീണ്ടും സൈഡ് ഉണ്ട്. കണ്ട? ഇനി ആ സൈഡ് കിട്ടുമ്പോ വീണ്ടും വണ്ടിയെ മാച്ചിങ് ആക്കിക്കോണം. റോഡില് മാച്ചിങ് ആവുമ്പോ നേരെയായി പൊന്നെ പൊക്കോണം. കിട്ടി? അത് തന്നെ. കണ്ട? വട്ടം കറക്കരുത്. ഇല്ല. അകലുന്നു തോന്നുമ്പോ വീണ്ടും കറക്റ്റ് ഈ വണ്ടിയെ. ഒന്നുകൂടെ ഞാൻ നിൽക്കുക.
ആ ആ അവിടെ നിൽക്കണ്ട. എന്നിട്ട് വീല് നേരെയാക്ക്. നേരെയാക്ക്. ഓക്കേ. ആ. ഈ ബോഡി എന്നെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ പഴയ സ്ഥലം പിടിച്ചോണം. ആ പാസ് ചെയ്തില്ലേ? ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെ ഈ ഇടത്ത് വശമല്ലേ നമ്മുടെ സ്ഥലം. ആ അതിന് ഇങ്ങോട്ട് തിരി. ഉള്ളു തിരി. അപ്പൊ എളുപ്പം വണ്ടി വരും. കണ്ടാ? ആ വീണ്ടും പഴയ സൈഡ് കിട്ടുമ്പോ വണ്ടിയെ ലെവൽ ചെയ്ത് കൊടുക്കും. കിട്ടിയാ? ലെവൽ ചെയ്യും. വട്ടം കറക്കരുത് ഇട്ടോണ്ട്. നോക്ക് വണ്ടി ചരിയ വളയ നീങ്ങുന്ന അതിനനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്ത് കൊടുക്കും. പിടി കിട്ടുന്നുണ്ടാ ഞാൻ? ആ ഓ ഓ ഓ പക്ഷെ എന്നിട്ട് ഒരു തപ്പലുണ്ടല്ലോ. അത് ഞാന് ഒന്നുകൂടെ നിർത്തി. ആ ഒന്നുകൂടെ ഒന്ന് ഫ്രണ്ട് പോയിക്കാം. ആ പേരയുടെ അവിടെ വരെ ഒന്ന് പോയിക്കാം.